ബലിഷ്ഠനും കരുത്തനുമായ അസുരരാജാവ് മഹാബലിയെക്കുറിച്ച് അറിയുമ്പോൾ മഹാബലിയുടെ മടങ്ങിവരവാണ് ഓണമെന്ന് ചിലർ പറയുന്നു. അതല്ല, അസുര ചക്രവർത്തിയായ മഹാബലിയുടെ അഹങ്കാരമില്ലാതാക്കാൻ വാമനമൂർത്തി മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയതിന്റെ വിജയ ദിവസമായ വാമനോത്സവമാണ് ഓണമെന്നും ചിലർ പറയുന്നു. ഭാഗവതത്തിലും മറ്റു പുരാണ ഗ്രന്ഥങ്ങളിലും ഓണത്തെ ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിലാണ്. പല ദേശത്തും പല രൂപങ്ങളിലാണ് ഓണത്തിന്റെ ചിട്ടവട്ടങ്ങളെന്ന് നമുക്കെല്ലാം അറിയാവുന്നതാണ്. അതെല്ലാം നാട്ടുപാരമ്പര്യങ്ങളിൽ നിന്നും രൂപം പ്രാപിച്ചതാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുമുണ്ട്, അല്ലേ? 3 അടി ഭൂമി ചോദിച്ചെത്തിയ വാമനൻ 2 അടികളിൽ ഭൂമിയും സ്വർഗവും അളന്ന ശേഷം 3-ാമത്തെ അളവുകാല് മഹാബലിയുടെ ശിരസിൽ വെച്ച് പാതാള ലോകത്തേക്ക് പറഞ്ഞു വിട്ടുവെന്നും ആണ്ടിലൊരിക്കൽ ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ സ്വന്തം രാജ്യത്തെ പ്രജകളെ സന്ദർശിക്കാൻ പ്രാർത്ഥനാവരം നേടിയ മഹാബലി എത്തുന്നത് ഓണമായി കൊണ്ടാടുകയാണ് നാടെങ്ങുമെന്നും നമുക്കറിയാം. മിത്തുകൾക്കുമപ്പുറം ചിലയിടങ്ങളിൽ കാർഷിക വിളവെടുപ്പുമായി ബന്ധപ്പെട്ട് ഓണം ആഘോഷിക്കുന്നതായി പഠനങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഓണം സാധാരണ മനുഷ്യർക്കിടയിൽ ഒരുപാട് ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നതൊരു വാസ്തവമാണ്. അസുരരാജാവായ മഹാബലി തമ്പുരാൻ പുരോഹിതന്മാരുടെ വെല്ലുവിളികൾ കരുത്തുകൊണ്ട് നേരിട്ട് ഇതിഹാസതുല്യമായ ജീവിതം കൊണ്ട് അടിയുറച്ച ധർമ്മനീതിയിൽ ഒരു രാജ്യത്തെ എങ്ങനെ നയിക്കാമെന്ന് തെളിയിച്ച മഹാപുരുഷനാണ്. അതുകൊണ്ട് തന്നെ പഴമൊഴിയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഓണത്തെ വരവേൽക്കാം. ഇല്ലായ്മയുടെ നെരിപ്പോടിൽ പിടയുമ്പോഴും കാണം വിറ്റും ഓണമുണ്ണണമെന്ന പഴമൊഴി നമ്മൾ വിടാതെ പിന്തുടരുന്നുണ്ട്, അല്ലേ? അതെന്തുകൊണ്ടാവാം? ആ അസുരരാജാവിനോട് നമുക്കുള്ള ആദരവും ബഹുമാനവുമാണത്. ഓണവരവറിയിച്ചുകൊണ്ടുള്ള കുമ്മാട്ടികൾ നാടെങ്ങും നിറയുന്ന കാലവും വഞ്ചിപ്പാട്ടിന്റെ ആരവവും കരുമാടികളുടെ കരുത്തും ജലോപരിതലത്തിൽ കുത്തിയെറിയുന്ന തുഴകളിൽ ആവേശം നിറയ്ക്കുമ്പോൾ ആസുരശക്തി കൊണ്ട് 3 ലോകത്തെയും വിറപ്പിച്ച മഹാബലിയുടെ വരവിനായി നമുക്ക് കാത്തിരിക്കാം. ഇന്നിപ്പോ കാരിരുമ്പിന്റെ കരുത്തനും അസാമാന്യ മെയ്വഴക്കവുമുള്ള മഹാബലിയെ ഘോഷയാത്രകളിലെ ആൾത്തിരക്കിലും വലിയ കടകൾക്ക് മുന്നിലെ കെട്ടുകാഴ്ചകളുമൊക്കെയായി വീർത്ത കുടവയറും ഓലക്കുടയുമായി വികൃതരൂപിയായി ചിത്രീകരിക്കുകയാണ്. എന്നാൽ യഥാർത്ഥ മഹാബലി ആരായിരുന്നു? തന്റെ ജനതയ്ക്ക് വേണ്ടി ദൈവത്വമുള്ള വീരന്മാരോട് നിരന്തരം ഏറ്റുമുട്ടുന്ന രാജാവ്. തന്റെ പിതാമഹന്മാരിൽ നിന്ന് കിട്ടിയ സമത്വ ചിന്തകൾ ലോകത്തിന് പകർന്നു കൊടുത്തയാൾ. മഹാബലി തന്റെ അസുരഗണങ്ങളുമായി നാട് കാണാൻ എത്തുകയാണ്. കൊട്ടിയുണർന്ന തോൽച്ചെണ്ടകളുടെ താളത്തിൽ ആകാശങ്ങളിലേക്ക് ഉയർന്നു വിളിച്ച കൊമ്പുകുഴലുകളുടെ ലയത്തിൽ ദ്രാവിഡ ജനതയുടെ അസുരരാജാവ് എഴുന്നള്ളുകയാണ്. തന്റെ ജനങ്ങളുടെ രക്ഷകനായ എല്ലാ മനുഷ്യർക്കും തുല്യസ്ഥാനം നൽകി അവരെ പരിപാലിക്കുന്ന പ്രജകളോട് ഏറെ ഇഷ്ടമുള്ള രാജാവ് മഹാബലി. തന്റെ മണ്ണിനും മണ്ണിന്റെ ആത്മാവിനും വേണ്ടി ജീവിച്ച ഭരണാധികാരി. കഥകൾക്ക് പഞ്ഞമില്ലാത്ത മലയാള നാട്ടിലെ കഥകളിൽ ഒന്നാണ് കൊയ്ത്തുപാട്ടിൽ പതിഞ്ഞുപോയ മണ്ണിന്റെ മണമുള്ള ഈണങ്ങൾ വാഴ്ത്തിപ്പാടിയ കഥപ്പാട്ട്. ഓണസമൃദ്ധിയുടെ തുമ്പപ്പൂക്കുടങ്ങൾ അലങ്കരിച്ച കേരള നാടിന്റെ നന്മ നിറഞ്ഞ കാലത്തിന്റെ കഥ. കാലത്തിന് മായ്ക്കാൻ കഴിയാത്ത സൗന്ദര്യത്തോടെ മലയാളം ഹൃദയത്തിലേറ്റിയ ഓണപ്പൂക്കളത്തിന്റെ സൗന്ദര്യമുള്ള കഥ. ആ കഥ നമ്മുടെ ദേശത്തിന്റെ കാർഷിക സംസ്കാരത്തിന്റെ കഥ കൂടിയാണ്. മണ്ണിൽ പണിയെടുത്ത് വിത്ത് വിതച്ച് നൂറുമേനി കൊയ്തെടുത്ത് ഒരു ജനത അവരുടെ മണ്ണിൽ ആഹ്ലാദ നൃത്തം ചവിട്ടി ഉത്സവമാഘോഷിച്ച കഥ. ആ ഉത്സവം ഒരു ജനതയുടെ സംസ്കാരത്തിന്റെ വളർച്ചയായിരുന്നു. ലോകം വാഴ്ത്തിപ്പാടിയ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരള ഭൂമിയുടെ വളർച്ച. കന്യാകുമാരി മുതൽ ഗോകർണം വരെ നീണ്ടുകിടക്കുന്ന പടിഞ്ഞാറ് അറബിക്കടൽ തിരമാല കൊണ്ട് ചേലയുടുപ്പിക്കുന്ന, കിഴക്ക് സഹ്യപർവ്വതം കോട്ടകെട്ടി സംരക്ഷിക്കുന്ന, മലയാള ഭാഷയുടെ തെളിമയും ശുദ്ധിയുമുള്ള കേരളമെന്ന മലയാണ്മയുടെ സുവർണ കാലത്തിന്റെ കഥ കൂടിയാണ്. ദേവന്മാർക്ക് പോലും അസൂയയുണ്ടാക്കുന്ന വിധം ഈ ദേശം ഭരിച്ച അസുരരാജാവ് മഹാബലിയുടെ കഥ. ആ കഥകൾ വായ്മൊഴിയായി പരന്ന് ലോകമറിഞ്ഞ് കടൽ കടന്ന്
നമ്മുടെ മലയാളത്തെ തേടി വന്ന മാലോകർക്ക് നമ്മുടെ പ്രകൃതി സമ്പത്ത് കണ്ട് മനസ്സ് നിറഞ്ഞിട്ടുണ്ട്. മാവേലിയോണം പൂക്കളം തീർക്കുന്ന നമ്മുടെ മലയാള മുറ്റങ്ങൾ, മണ്ണിൽ പൊന്നു വിളയുന്ന സമൃദ്ധമായ ദേശം, കറുത്ത പൊന്നായ കുരുമുളക് തേടി കച്ചവടത്തിന് വന്ന വിദേശീയർ. ആരാണ് ഈ മണ്ണ് വരും തലമുറയ്ക്കായി ഇങ്ങനെ ഒരുക്കി വെച്ചത്, കാത്തുവച്ചത്? അതന്വേഷിച്ചു ചെന്നാൽ മനുഷ്യരെല്ലാരും ഒന്നുപോലെ വാണിരുന്ന ഒരു മാവേലി കാലത്തിൽ നമ്മൾ എത്തിച്ചേരും. മറ്റെല്ലാ കഥകൾക്കും മേലെ അത് ജ്വലിച്ചു നിൽക്കും. കള്ളപ്പറയും ചെറുനാഴിയും ഇല്ലാതിരുന്ന, പൊളിവചനമില്ലാതിരുന്ന ഒരു സുന്ദര കാലം. മലയാളത്തിന്റെ മഹാബലി തമ്പുരാൻ നാടുവാണിരുന്ന കാലം. തന്റെ മണ്ണിനും മണ്ണിന്റെ ആത്മാവിനും വേണ്ടി ജീവിച്ച ഭരണാധികാരിയുടെ കാലം. കഥകൾക്ക് പഞ്ഞമില്ലാത്ത മലയാള നാട്ടിലെ കഥകൾ തുടരുകയാണ്.